ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിൽ ഉച്ചക്ക് കഴിക്കാനുണ്ടാക്കിയ കുറച്ച് കറികളൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്ന് കാണിക്കാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫുൾ റെസിപ്പി നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോൾ ഈ കറികളൊക്കെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കൺ അമർത്താനും ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ലേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ ചെന്നപ്പോൾ ആദ്യം തന്നെ ചെയ്തത് ഒരു കപ്പ് അരി എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്തിനാണെന്നറിയോ? ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണേ. അപ്പോൾ ഇത് ഒരു 3 മണിക്കൂർ സമയം കുതിർന്ന് കഴിയുമ്പോഴത്തേനും നമുക്കിത് അരച്ച് വെച്ചാൽ വൈകിട്ട് ചായക്ക് സിമ്പിളായിട്ട് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജിനകത്തുള്ള ആ വെജിറ്റബിൾ ബോക്സിനകത്ത് നിന്ന് ഇത്രയും പച്ചക്കറികളൊക്കെ കിട്ടി കേട്ടോ. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കറികളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചേ ഈ മത്തങ്ങ കൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് പരിപ്പും തേങ്ങ അരച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം, പിന്നെ ക്യാരറ്റും ബീൻസും ഒന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് ഓർത്ത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞൊന്ന് എടുക്കാം. അപ്പോൾ ഈ പച്ചക്കറികളെല്ലാം തൊണ്ട് കളഞ്ഞതിന് ശേഷം കഴുകിയെടുക്കണ പച്ചക്കറികളായതുകൊണ്ട് ഇപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും തൊണ്ടൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കണതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കണില്ല കേട്ടോ. കാരണം ഇന്ന് നമ്മൾ ഉച്ച വരെയുള്ളൊരു ഫുഡ് ഉണ്ടാക്കണതാണ് കേട്ടോ കാണിക്കണത്. ഉണ്ണിയപ്പം നമ്മൾ വൈകിട്ടല്ലേ ഉണ്ടാക്കണത്. പക്ഷേ ഉണ്ണിയപ്പം ഉണ്ടാക്കണതിൻ്റെ ഫുൾ റെസിപ്പി വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അതൊന്ന് നോക്കിയാൽ മതിയേ. അപ്പോൾ ഞാൻ ക്യാരറ്റ് എല്ലാം തൊണ്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കൂടി എടുത്തിട്ടോ. നമ്മുടെ മെഴുക്ക് പുരട്ടിയുടെ കൂട്ടത്തിൽ ഉരുളക്കിഴങ്ങ് കൂടിയും ചേർക്കാമെന്ന് ഓർത്തു കേട്ടോ. ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങും മെഴുക്ക് പുരട്ടി കേട്ടോ. അപ്പോൾ ഈ തൊണ്ടെല്ലാം ചെത്തി കഴിഞ്ഞപ്പോഴത്തേനും ഇതിൻ്റെ ആ തൊണ്ടൊക്കെ ഇല്ലേ നമ്മുടെ തോട്ടത്തിൽ വാഴയുടെ ചോട്ടിൽ ഞാൻ കൊണ്ടിടും കേട്ടോ. വാഴക്ക് മാത്രമല്ല ഇവിടെ ചുറ്റിനും നിൽക്കുന്ന ചെടികളുടെ ചോട്ടിലൊക്കെ കൊണ്ട് ഇടാറുണ്ട് കേട്ടോ. അതിന് വളമാവുമല്ലോ. ഇപ്പോൾ പച്ചക്കറികളെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം വൃത്തിയായിട്ടൊന്ന് ഭംഗിയായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ ബീൻസും ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൊച്ചായിട്ട് ഭംഗിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മത്തങ്ങ ഉണ്ടാക്കാനായിട്ടുള്ള പരിപ്പൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് പീസ് പരിപ്പാണേ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പീസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പീസ് പരിപ്പ് നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഇപ്പോൾ പരിപ്പ് കഴുകിയാലും അരി കഴുകിയാലും പച്ചക്കറി കഴുകിയാലും ഒന്നും വെള്ളം സിങ്കിലേക്ക് ഒഴിച്ച് കളയാറില്ല കേട്ടോ. ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ കഴുകണ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്തിനാണെന്നറിയാം ഇങ്ങനെ ചെയ്യണത്? നമ്മൾ ഈ സിങ്കിലേക്ക് തന്നെയാണ് ഈ വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സിങ്കിൽ നിന്ന് പോണ വെള്ളം ഒരു ബിറ്റിനകത്തേക്കാണ് പോണത്. അപ്പോൾ ഇതുപോലെ പാത്രത്തിലെടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ വേനൽക്കാലത്ത് അത്രയും വെള്ളം കിട്ടുമ്പോൾ അതിന് നല്ലതല്ലേ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇനി ഈ ഒരു കൊച്ചു കുക്കറിനകത്ത് നമുക്ക് ഈ പരിപ്പിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ചിട്ട് ഞാൻ അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സിങ്കിനകത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ കിടക്കാനുണ്ടായി കേട്ടോ. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുവാണേ. അപ്പോൾ ഇത് രാവിലെ നമ്മൾ കടലക്കറി ഉണ്ടാക്കിയപ്പോൾ അരച്ച ഇതാണ് കേട്ടോ ഈ മിക്സി. പക്ഷെ അന്നേരം എനിക്ക് കഴുകി വെക്കാൻ പറ്റിയില്ല കേട്ടോ. അതാണ് ഞാനിപ്പോൾ സാധാരണ അപ്പം തന്നെ കഴുകി വെക്കണതാണ്. പക്ഷേ ഇന്ന് രാവിലെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതാണ് ഇപ്പോൾ കഴുകണത്. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ അടുപ്പത്ത് സ്റ്റീം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു തേങ്ങ ഒന്ന് ചിരകിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 1/2 മുറി തേങ്ങയാണ്. അപ്പോൾ ഈ 1/2 മുറി തേങ്ങയെ നമുക്ക് ചിരകിയെടുക്കാം. മത്തങ്ങ ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ ഈ തേങ്ങ എടുക്കുന്നത്. അപ്പോൾ തേങ്ങയും മൊത്തം ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഓരോന്നും വൃത്തിയാക്കി പോവുകയാണെങ്കിൽ നമുക്ക് പണികളൊക്കെ എളുപ്പമാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങ ചിരകിയ സ്ഥലം എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് ഇനി ഞാൻ ഈ ഒരു
ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. കറികളൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്, പിന്നെ ആരോഗ്യത്തിനും അതാണ് നല്ലത്. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഉള്ളിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ചതച്ച മുളക് പൊടിയുമാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ മുളക് പൊടിയും ഉപ്പും എല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആ മുളകിൻ്റെ ആ ഒരു കുത്തലൊക്കെ മാറുമ്പോഴത്തേനും നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ പച്ചക്കറികളിലെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസും, അപ്പോൾ ഇതിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിച്ചിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ ഈ ചീനച്ചട്ടിയിലിട്ട് ആയി വരുമ്പോൾ വെള്ളം ഒഴിക്കാതെ തന്നെയല്ലേ നമ്മളിത് ചെയ്തെടുക്കണത്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിന്നീടുള്ള പാത്രങ്ങളൊക്കെ ഉടനെ കഴുകി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പണികളെല്ലാം പെട്ടെന്ന് തന്നെ തീരും. ഇപ്പോൾ നമ്മൾ ചിരകിയെടുത്ത തേങ്ങയുടെ പകുതി തേങ്ങയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി കുറച്ച് മുളകൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് എടുത്താൽ മതിയല്ലോ. ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയൂലേ, അതാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്കൊരു 3-4-5 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. അപ്പോൾ ആ വെളുത്തുള്ളിയുടെ തൊണ്ട് ഒന്ന് വൃത്തിയാക്കിയേക്കാം. അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ മെഴുക്ക് വരട്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് ഇളക്കി വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോവേ. അപ്പോൾ അതേ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മത്തങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ മത്തങ്ങയുടെ വെള്ളമൊക്കെ കൊണ്ട് തന്നെ അത് വെന്ത് വന്നോളേ. അപ്പോൾ ഇതിലേക്കും ഒരു 2-3 പച്ചമുളകൊക്കെ അരിഞ്ഞിടുന്നുണ്ട്. അപ്പോൾ മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി സ്വല്പം ഉപ്പും കൂടി കേട്ടോ ഇട്ട് കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് സ്റ്റീം കയറ്റി എടുക്കാം. അപ്പോൾ സ്റ്റീം വരണേ മുന്നേ തന്നെ നമുക്ക് ഓഫാക്കാം കേട്ടോ. സ്റ്റീം ഇങ്ങനെ വരാൻ പോകുമ്പോഴത്തേനും ഓഫാക്കിയേക്കാം. അപ്പോൾ ഇതിനിടയിൽ മെഴുക്ക് വരട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അതേ നമ്മുടെ തേങ്ങയൊക്കെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതേ വീണ്ടും വന്ന പാത്രങ്ങളൊക്കെ ഉടനെ കഴുകി വെക്കണമുണ്ട് കേട്ടോ ഇതിനിടയിൽ. ഇനി നമ്മുടെ മെഴുക്ക് വരട്ടിയിലേക്ക് നമുക്ക് ഒരു 2-3 പച്ചമുളക് അരിഞ്ഞിടാം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇനി ഈ വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ മെഴുക്ക് വരട്ടി ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് അടപ്പ് ഓഫാക്കിയേക്കാം കേട്ടോ. ഇത് താളിക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ. നമ്മുടെ മത്തങ്ങ കറി താളിക്കാനാണേ. ഒന്ന് കുക്കർ തുറന്ന് നോക്കട്ടെ. ഇത് കണ്ടോ, നമ്മുടെ മത്തങ്ങയും വെന്തിട്ടുണ്ട് കേട്ടോ. ഉടുപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇട്ട് നോക്കാം നമുക്ക്. അതെ, പൊന്നൂന് വിഷുവിന് ഇടാൻ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ. നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടിയാണ്, നെയ്ബറാണ് നമ്മുടെ. അപ്പൊ നമുക്കൊന്ന് ഇട്ട് നോക്കാം അല്ലേ. ഇട്ട് നോക്കാം. ഹായ് പൊന്നു, ഉടുപ്പ് ഇഷ്ടായോ? ഉടുപ്പ് ഒന്ന് കറങ്ങി കാണിച്ച ആന്റി കാണട്ടെ. ഓമ്മ സൂപ്പർ ആയിട്ടുണ്ടല്ലോ. പറഞ്ഞേ പൊന്നൂന് ഉടുപ്പ് ഇഷ്ടായോന്ന് പറഞ്ഞേ. ഇഷ്ടായോ? ആ, വിഷുവിനിടാനാണോ ഉടുപ്പ്? ആ, കൊള്ളാട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. എടേ നോക്കട്ടെ. ആ, അത് തിരിഞ്ഞൊക്കെ ഒന്ന് നടന്നേ കാണട്ടെ ആന്റി. ഓമ്മ സൂപ്പർ ആണല്ലോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പൊന്നൂന് ആന്റിയുടെ വീഡിയോ ഇഷ്ടമാണോ? അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞിങ്ങനെ ലൈക്ക് ചെയ്യണം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞിങ്ങനെ വീഡിയോ ഇങ്ങനെ ലൈക്ക്. ആന്റിയുടെ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പൊ ഇന്നത്തെ ലൈക്ക് നമ്മുടെ പൊന്നൂനാണ് കേട്ടോ.
ഇപ്പോൾ വന്നത് നമ്മുടെ അടുത്ത വീട്ടിലൊരു കുട്ടിയാണ്. അപ്പോൾ എനിക്കിവിടെ വീട്ടിൽ ചെറിയ സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ തന്നത് വാങ്ങിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അവർ. അങ്ങനെ നമ്മുടെ മത്തങ്ങയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ മത്തങ്ങ വീണ്ടും അടപ്പൊക്കെ ഒന്ന് ഓൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ചെടുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ അരച്ചത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിനി ഒന്ന് പയ്യെ തിള പറഞ്ഞ സമയത്ത് നമുക്ക് ഓഫാക്കിയേക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് തിളക്കാനൊന്നും പാടില്ല. ചെറുതായിട്ട് തിള പറഞ്ഞ സമയത്ത് നമുക്ക് അടപ്പ് ഓഫാക്കിയേക്കാം കേട്ടോ. ഇത് കണ്ടോ, കൊച്ചായിട്ട് തിള വന്നത് കണ്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് അടപ്പ് ഓഫാക്കിയേക്കാം കേട്ടോ. അപ്പോൾ ഇതിന് അകത്തേക്ക് ഇനി താളിച്ചൊഴിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ ചീനച്ചട്ടി അടപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ ഞാനിതിലേക്ക് വറ്റൽ മുളക് കേട്ടോ, വറ്റൽ മുളകാണ് ഇട്ട് കൊടുത്തത്. ഈ വറ്റൽ മുളകിൻ്റെ കളറൊന്ന് മാറി വന്നപ്പോൾ ഇതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ടൊന്ന് ഇളക്കി നമ്മുടെ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്വല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുത്ത ഉടനെ അടപ്പ് ഓഫാക്കിയേക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് നമ്മുടെ മത്തങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മത്തങ്ങ താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ മത്തങ്ങ കറി ഉണ്ടാക്കിയത്. അതായത് ഇതിന് കുറച്ച് മത്തങ്ങ എടുത്ത് ഈ ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് ഒന്നിങ്ങനെ ഇടണത്. ഇതിനകത്തുള്ള ആ എണ്ണയൊക്കെ ഇതിലേക്ക് വരാനാണ്, അല്ലെങ്കിൽ അത്ര എണ്ണ നമ്മുടെ ചട്ടിയിൽ ചുമ്മാ പോകും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ കുറച്ച് ഉണക്ക ചെമ്മീൻ നേരത്തെ കിള്ളി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. ഇതും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചേക്കുവാണ്. എന്നിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് നമുക്കിത് ഉണ്ടാക്കാനുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചത്. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഈ ചെമ്മീനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് കാണിക്കാം കേട്ടോ. അപ്പം തന്നെ ഈ ചെമ്മീൻ ഇതിൽ നിന്ന് കോരിയെടുത്ത് വെള്ളമൊന്ന് ഇങ്ങനെ കൊട്ടിക്കളഞ്ഞിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരുപാട് സമയം ഈ ചെമ്മീൻ വെള്ളത്തിനകത്ത് കിടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെമ്മീനകത്തേക്ക് വെള്ളം ഒഴിച്ചത് കേട്ടോ. അത്ര സമയം മാത്രമേ അത് വെള്ളത്തിൽ കിടക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചെമ്മീൻ വെള്ളം കുടിച്ചു പോകും. ഇനി നമുക്ക് ചെമ്മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചെമ്മീൻ കരിയാതെ നോക്കണേ. ഇപ്പോൾ ദേ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ മൊത്തം ചെമ്മീൻ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെമ്മീൻ വറുത്ത അതേ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയിലേക്ക് ഒരു സ്വല്പം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെമ്മീൻ നമ്മൾ ഉപ്പിട്ട് കഴുകിയെടുത്തതല്ലേ, അതുകൊണ്ട് ഉള്ളിയിലേക്ക് ഒരു ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ ഞാനിതിലേക്ക് ചതച്ച മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. ഇനി മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഉള്ളി ഇങ്ങനെ കയ്യിലോണ്ട് ഉടച്ചുടച്ച് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട്. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെമ്മീൻ ഇടുന്ന സമയത്ത് നമുക്ക് അടപ്പ് ഓഫാക്കിയേക്കാം കേട്ടോ. അപ്പോൾ അതേ ചെമ്മീൻ നല്ല സ്മെല്ല് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കുഞ്ഞു ഊണാണ്. വലിയ കറികൾ, അത്ര വലിയ ആഡംബരമായിട്ടുള്ള കറികളൊന്നുമില്ല. എന്തൊക്കെ കറിയാന്ന് ഉണ്ണിക്കുട്ടോ എന്ന് പറയട്ടെ. ചെമ്മീൻ വറുത്തത്, മെഴുക്ക് പുരട്ടി. എന്ത് മെഴുക്ക് പുരട്ടി? ബീൻസും ക്യാരറ്റ്. വേറെ എന്തൊക്കെയുണ്ട് നോക്ക്. ബീൻസും ക്യാരറ്റും പൊട്ടറ്റോ ഉണ്ട്. പൊട്ടറ്റോ, പൊട്ടറ്റോ ഉണ്ട്. അവള് കണ്ടുപിടിച്ചിട്ടാ. പൊട്ടറ്റോ ഉണ്ട്. പിന്നെ മത്തങ്ങ കറി. അപ്പൊ മത്തങ്ങ നമ്മള് പരിപ്പും തേങ്ങ അരച്ചുണ്ടാക്കിയ കറി. പിന്നെ ഇതെന്താ? അച്ചാർ. നമ്മുടെ വീട്ടില് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന അച്ചാറാട്ടതെ. എനിക്ക് നല്ല വായിലൊക്കെ വെള്ളം വരണുണ്ട് കേട്ടോ. ഈ അച്ചാറിന്റെ സ്മെല്ലും ഉണക്കച്ചെമ്മീന്റെ സ്മെല്ലും ഒക്കെ ആയിട്ട്. അപ്പൊ ഉണ്ണിക്കുട്ട വേഗം ഒന്ന്
കഴിച്ച ഉണ്ണിക്കുട്ടൻ കഴിച്ച് എന്നിട്ട് എനിക്കും കഴിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ഉണ്ണിക്കുട്ടന് ഇത്തിരി പിന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണമായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം ഈ ഒരു പ്ലേറ്റിൽ എടുത്തിട്ടാ. അപ്പൊ വേഗം ഒന്ന് കഴിച്ചിട്ട് എനിക്കും കൊതി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, താൻ കഴിക്കണറുണ്ട്. വേഗം വേഗം കഴിച്ചോ, ഫാസ്റ്റായിട്ട് കഴിച്ചോ. ഇത്തിരി മെഴുക്ക് വരട്ടിയും ഇത്തിരി ഉണക്കച്ചെമ്മീനും എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ടാ. ഉണ്ണിക്കുട്ടനെ ഇഷ്ടമായിട്ട്. അപ്പൊ ഞാൻ ഈ ഉണക്കച്ചെമ്മീൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് ഉണക്കച്ചെമ്മീൻ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണം കേട്ടോ. ഉണക്കച്ചെമ്മീനും നല്ല പച്ച കട്ട തൈരില്ലേ, അത് കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. കുശാലാണ് കേട്ടോ അന്നത്തെ ആ ഒരു ദിവസം. അപ്പൊ എന്റെ ഈ കൊച്ചു കറികളൊക്കെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കില് ഉണ്ണിക്കുട്ടൻ വായിൽ ഫുഡ് ആയതുകൊണ്ട് ലൈക്ക് എന്ന് പറയാൻ പറ്റില്ല, അപ്പൊ ഞാൻ പറയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റും ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.